നമസ്കാരം. CCTV വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. നിയമസഭാ തെരഞ്ഞെടുപ്പിന് ഇനി വെറും 10 ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ സംസ്ഥാന തെരഞ്ഞെടുപ്പ് പ്രചരണം അവസാന ലാപ്പിലേക്ക്. പ്രമുഖ ദേശീയ നേതാക്കൾ ഉൾപ്പെടെ കളം നിറഞ്ഞതോടെ പ്രചരണം ഉച്ചസ്ഥായിയിൽ. ഓരോ വോട്ടും ഉറപ്പിക്കാനുള്ള തീവ്ര പരിശ്രമത്തിൽ മുന്നണികൾ. സംസ്ഥാനത്ത് SSLC +2 പരീക്ഷകൾ സമാപിച്ചു. കേരളത്തിൽ 4,17,497 കുട്ടികളാണ് 10ാം ക്ലാസ് പരീക്ഷ എഴുതിയത്. മൂല്യനിർണ്ണയ ക്യാമ്പുകൾ ഏപ്രിൽ 16 ആരംഭിച്ച് മെയ് 2 പൂർത്തിയാകും. കേബിൾ TV ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ 15ാമത് സംസ്ഥാന സമ്മേളനത്തിന് തിരൂരിൽ സമാപനം. പുതിയ സംസ്ഥാന പ്രസിഡന്റായി പ്രവീൺ മോഹനെയും സംസ്ഥാന ജനറൽ സെക്രട്ടറിയായി PB സുരേഷിനെയും തെരഞ്ഞെടുത്തു. ബിനു ശിവദാസാണ് സംസ്ഥാന ട്രഷറർ. ചരിത്രപ്രസിദ്ധമായ കേച്ചേരി പറപ്പൂക്കാവ് പൂരമഹോത്സവം തുടക്കമായി. തിങ്കൾ ചൊവ്വ ദിവസങ്ങളിലായി ആഘോഷിക്കുന്ന പൂരാഘോഷത്തിൽ തിങ്കളാഴ്ച ആർപ്പും മാരവുമായി ഭഗവതിയുടെ പണിമക്കളുടെ വേലവരവ് നടന്നു. പൂരാഘോഷത്തിന് മിഴിവേകാൻ ഇക്കുറി വെടിക്കെട്ടിന് അനുമതി. എരുമപ്പെട്ടി മുട്ടിക്കൽ പുഴയിൽ നിർമ്മിച്ച താൽക്കാലിക തടയണ തകർന്നു. വാഴാനി ഡാമിൽ നിന്ന് വെള്ളം തുറന്നുവിട്ടതിനെ തുടർന്നാണ് തടയണ തകർന്നത്. ആവശ്യമായ ബലത്തിൽ പണിയാതിരുന്നതാണ് തടയണ തകരാൻ കാരണമെന്ന് വാർഡ് മെമ്പർ. വാർത്തകൾ വിശദമായി. കേബിൾ TV ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ 15ാമത് സംസ്ഥാന സമ്മേളനം തിരൂരിൽ സമാപിച്ചു. പുതിയ സംസ്ഥാന ഭാരവാഹികളെയും 10 അംഗ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയെയും പ്രഖ്യാപിച്ചു. സംസ്ഥാന പ്രസിഡന്റായി പ്രവീൺ മോഹനെയും സംസ്ഥാന ജനറൽ സെക്രട്ടറിയായി PB സുരേഷിനെയും തെരഞ്ഞെടുത്തു. ബിനു ശിവദാസാണ് സംസ്ഥാന ട്രഷറർ. രാജ്മോഹൻ M വൈസ് പ്രസിഡന്റ് ആയും നിസാർ കോയപ്പറമ്പിൽ PS സിബി എന്നിവർ സെക്രട്ടറിമാരായും ചുമതലയേൽക്കും. അബൂബക്കർ സിദ്ദിഖ്, KV രാജൻ, രജനീഷ് PS, സുരേഷ് കുമാർ PP, K ഗോവിന്ദൻ, ജ്യോതികുമാർ, സാജൻ ഷംസുദ്ദീൻ, K വിജയകൃഷ്ണൻ, പ്രജീഷ് അച്ചാണ്ടി, ഷുക്കൂർ കോളിക്കര എന്നിവരാണ് എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിലെ അംഗങ്ങൾ. കേരളത്തിലെ കേബിൾ ഓപ്പറേറ്റർമാർക്ക് കേബിൾ വലിക്കാൻ വൈദ്യുതി തൂണിന്റെ വാടക 100 രൂപയായി നിശ്ചയിച്ച് കേന്ദ്ര സർക്കാർ നടപ്പിലാക്കിയ റൈറ്റ് ഓഫ് വേ നടപ്പിലാക്കാൻ KSCB തയ്യാറാകണമെന്ന് കേബിൾ TV ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ 15ാമത് സംസ്ഥാന സമ്മേളനം പ്രമേയം വഴി ആവശ്യപ്പെട്ടു. കേരളം പോളിംഗ് ബൂത്തിലെത്താൻ ഇനി 10 നാൾ മാത്രം. കുന്നംകുളം നിയോജക മണ്ഡലം UDF സ്ഥാനാർത്ഥി അജയ് മോഹന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണാർത്ഥം സംഘടിപ്പിക്കുന്ന കലാജാഥയ്ക്ക് ആവേശോജ്വല തുടക്കം. കുന്നംകുളം പഴയ ബസ് സ്റ്റാൻഡിൽ നടന്ന ചടങ്ങിൽ പ്രശസ്ത ചലച്ചിത്ര നിർമ്മാതാവ് നെൽസൺ ഐപ്പ് ജാഥ ഫ്ളാഗ് ഓഫ് ചെയ്തു. സമകാലിക രാഷ്ട്രീയ വിഷയങ്ങളെ ആക്ഷേപഹാസ്യത്തിലൂടെ അവതരിപ്പിക്കുന്ന ഇരിക്കുന്നിടം മുടിക്കുന്നവൻ എന്ന തെരുവ് നാടകമാണ് കലാജാഥയുടെ പ്രധാന ആകർഷണം. സംസ്കാര സാഹിതി ജില്ലാ ചെയർമാൻ ഗിന്നസ് സാദൂർ ആദൂരും നിയോജകമണ്ഡലം ചെയർമാൻ സാംസൺ പുലിക്കോട്ടിലും ചേർന്നാണ് ജാഥ നയിക്കുന്നത്. അഡ്വക്കേറ്റ് ER ലിജേഷാണ് നാടകത്തിന്റെ രചനയും സംവിധാനവും നിർവഹിച്ചത്. അഡ്വക്കേറ്റ് സുബ്രഹ്മണ്യനാണ് കോർഡിനേറ്റർ. സഫിയ നിലമ്പൂർ, സുഷിത് കലാഭവൻ, രവീന്ദ്രൻ കലാഭവൻ, നിശാന്ത് കലാഭവൻ, രാംദാസ് തുടങ്ങിയവരാണ് അഭിനേതാക്കൾ. തിങ്കൾ ചൊവ്വ ദിവസങ്ങളിൽ കുന്നംകുളം നിയോജക മണ്ഡലത്തിലെ വിവിധ കേന്ദ്രങ്ങളിലൂടെ ജാഥ കടന്നുപോകും. ചടങ്ങിൽ UDF തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ചെയർമാൻ അഡ്വക്കേറ്റ് CB രാജീവ് അധ്യക്ഷത വഹിച്ചു. കേരള കോൺഗ്രസ് നിയോജക മണ്ഡലം പ്രസിഡന്റ് പ്രസാദ് പുലിക്കോടൻ, ലത്തീഫ് വട്ടംപാടം, വാസു കോട്ടൽ തുടങ്ങിയവർ സംസാരിച്ചു. മണ്ഡലത്തിലെ വോട്ടർമാരിലേക്ക് രാഷ്ട്രീയ സന്ദേശങ്ങൾ സർഗാത്മകമായി എത്തിക്കുകയാണ് കലാജാഥയിലൂടെ ലക്ഷ്യമിടുന്നത്. ഈ രാജ്യത്ത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ നേതൃത്വത്തിലുള്ളതായ കഴിഞ്ഞ കാലഘട്ടത്തിലെ നാം മറക്കാൻ മാത്രം ആഗ്രഹിക്കുന്ന ആ തിക്താനുഭവങ്ങളുണ്ടല്ലോ, ആ തിക്താനുഭവങ്ങളിലൂടെ ഇതാ ഈ നാടകം കടന്നു പോവുകയാണ്. നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ്. നാം ശബരിമലയിൽ സ്വർണം കെട്ടുകൊണ്ടുപോയതും അതുപോലെ തന്നെ നമ്മുടെ എതിർ സ്ഥാനാർത്ഥി അടക്കമുള്ളതായ വ്യക്തികൾ കരുവന്നൂർ ബാങ്കിൽ കാട്ടിക്കൂട്ടിയതായ പേക്കൂട്ടുകളും അഴിമതിയും അതിനെ തുടർന്നുകൊണ്ട് നമ്മുടെ പ്രിയപ്പെട്ട സഹോദരന്മാർ ആത്മഹത്യ ചെയ്തതും ഹാർട്ട് അറ്റാക്കായി മരിക്കുകയും ചെയ്തതായ കാര്യങ്ങൾ നമുക്കറിയാം.
തൃത്താല മണ്ഡലം LDF സ്ഥാനാർത്ഥി MP രാജേഷിന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന്റെ ഭാഗമായുള്ള സ്ഥാനാർത്ഥി പര്യടനം നടന്നു. ഞായറാഴ്ച രാത്രി ചാലിശ്ശേരി പടിഞ്ഞാറെ പള്ളിക്ക് സമീപവും മെയിൻ റോഡ് സെന്ററിലും സ്ഥാനാർത്ഥി MP രാജേഷ് എത്തിച്ചേർന്നു. ബഹുജന സംഘടനാ ഭാരവാഹികൾ സ്ഥാനാർത്ഥിയെ ഹാരാർപ്പണം നടത്തി. CPM ലോക്കൽ കമ്മിറ്റി അംഗം ആനി വിനു, ഏരിയ കമ്മിറ്റി അംഗം അഡ്വക്കേറ്റ് VP റെജീന, ബാലകൃഷ്ണൻ മാസ്റ്റർ എന്നിവർ സംസാരിച്ചു. സ്വീകരണത്തിന് സ്ഥാനാർത്ഥി മറുപടി പ്രസംഗം നടത്തി. CPM ജില്ലാ കമ്മിറ്റി അംഗം VK ചന്ദ്രൻ, ഏരിയ കമ്മിറ്റി അംഗം TP കുഞ്ഞുണ്ണി, ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി വിജയമ്മ ടീച്ചർ, ഏരിയ കമ്മിറ്റി അംഗം TM കുഞ്ഞുകുട്ടൻ, ലോക്കൽ കമ്മിറ്റി അംഗം KA പ്രയാൺ, PB സുനിൽ, LDF നേതാക്കൾ തുടങ്ങിയവർ സ്ഥാനാർത്ഥിയെ അനുഗമിച്ചു. നിരവധി പ്രവർത്തകരും നാട്ടുകാരും സ്വീകരണത്തിൽ സംബന്ധിച്ചു. ഇതുപോലെ സ്വീകരണം നൽകിയപ്പോൾ അന്നത്തെ പ്രസംഗത്തിൽ ഞാനൊരു കാര്യം പറഞ്ഞിരുന്നു. LDF അധികാരത്തിൽ വന്നാൽ വീട്ടമ്മമാർക്ക് പെൻഷൻ നടപ്പാക്കും എന്ന്. 2026 വീണ്ടും തെരഞ്ഞെടുപ്പിൽ വോട്ട് ചോദിച്ചു വരുമ്പോൾ കേരളത്തിലെ 32.5 ലക്ഷം വീട്ടമ്മമാരുടെ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് ആ പെൻഷൻ തുക എത്തിക്കഴിഞ്ഞിരിക്കുന്നു എന്നത് അഭിമാനകരമായ കാര്യമാണ്. നാട്ടുകാരെ കണ്ടും സൗഹൃദം പങ്കിട്ടും സ്നേഹവായ്പകൾ ഏറ്റുവാങ്ങിയും UDF സ്ഥാനാർത്ഥി TN പ്രതാപന്റെ വോക്ക് ഫോർ മണലൂർ. കണിക്കൊന്നയും റോസാപ്പൂക്കളുമായി വഴിനീളെ കാത്തുനിന്ന നാട്ടുകാർക്ക് മുന്നിൽ പുഞ്ചിരി തൂകി കടന്നെത്തിയ സ്ഥാനാർത്ഥിയുടെ പ്രഭാത നടത്തം നാട്ടുകാർക്ക് നവ്യാനുഭവമായി. കേച്ചേരി പറപ്പൂക്കാവ് ക്ഷേത്ര പരിസരത്ത് നിന്നാണ് തിങ്കളാഴ്ചയിലെ പ്രഭാത നടത്തത്തിന് തുടക്കമായത്. സൗഹൃദത്തിനും പരസ്പര സ്നേഹത്തിനും വലിയ ഇടം ഉണ്ടെന്ന് വിളിച്ചോതിയായിരുന്നു ഈ നടത്തം. ജോലിക്ക് പോകുന്നവരും വിദ്യാർത്ഥികളും വ്യാപാരികളുമെല്ലാം നടത്തത്തിനിടയിൽ സ്ഥാനാർത്ഥിയെ ആശീർവദിക്കാനെത്തിയിരുന്നു. UDF പ്രവർത്തകർ കൂടി അണിനിരന്ന നടത്തം മണലി ഗാന്ധിനഗർ പരിസരത്ത് സമാപിച്ചു. തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളുടെ ഭാഗമായി കഴിഞ്ഞ ദിവസങ്ങളിലായി മണ്ഡലത്തിലെ വിവിധ പഞ്ചായത്ത് കേന്ദ്രങ്ങളിൽ സ്ഥാനാർത്ഥിയുടെ പ്രഭാത നടത്തം തുടരുന്നുണ്ട്. UDF നേതാക്കളായ CC ശ്രീകുമാർ, ആൻഡോ പോൾ, PA സാദിഖ്, RM ബഷീർ, ധനേഷ് ചുള്ളിക്കാട്ടിൽ, നസീർ കേച്ചേരി, ലീല രാമകൃഷ്ണൻ, TO സെബി, KL പോൾസൺ, അനുഷ ഷാഫർ, ജെസി ജോസഫ്, റസിയ അലി എന്നിവർ പ്രഭാത നടത്തത്തിൽ പങ്കാളികളായി. കുന്നംകുളം നിയോജക മണ്ഡലം UDF സ്ഥാനാർത്ഥി PT അജയ് മോഹന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണാർത്ഥം വെള്ളറക്കാട് മേഖല കുടുംബ സമ്മേളനം സംഘടിപ്പിച്ചു. വെള്ളറക്കാട് NV ആന്റണിയുടെ വസതിയിൽ ചേർന്ന സമ്മേളനം KPCC അംഗം ജോസഫ് ചാലിശ്ശേരി ഉദ്ഘാടനം ചെയ്തു. DCC സെക്രട്ടറി VK രഘുസ്വാമി അധ്യക്ഷത വഹിച്ചു. KPCC സെക്രട്ടറി അഡ്വക്കേറ്റ് ബീന ജോസഫ്, K ജയശങ്കർ, സ്വപ്ന രാമേന്ദ്രൻ, KC മൊയ്തുട്ടി, ഷർഫ് പന്നിത്തടം, ഗഫൂർ കടങ്ങോട്, ആൻഡോ പോൾ, സജീവ് ചാത്തനാത്ത്, അക്ഷയ് വെള്ളറക്കാട്, PN വിഷയകുമാർ തുടങ്ങിയവർ സംസാരിച്ചു. LDF മണലൂർ നിയോജക മണ്ഡലം സ്ഥാനാർത്ഥി പ്രൊഫസർ C രവീന്ദ്രനാഥിന്റെ മണ്ഡലത്തിലെ 2ാം ദിവസത്തെ പ്രചരണ പര്യടനം അരിമ്പൂർ പഞ്ചായത്തിൽ ആരംഭിച്ചു. ക്ഷേമ പ്രവർത്തനങ്ങളും വികസന പ്രവർത്തനങ്ങളും ഇതുവരെ ഉണ്ടായിരുന്നത് പോലെ തുടരണം എന്നുണ്ടെങ്കിൽ ഇടതുപക്ഷ ജനാധിപത്യ സർക്കാർ തന്നെ അധികാരത്തിൽ വരണം. നവകേരളം എന്ന രാഷ്ട്രീയം കേരള സർക്കാർ മുന്നോട്ട് വെച്ചതുപോലെ നവമണലൂർ എന്ന ഒരാശയം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ജനങ്ങളുടെ മുന്നിൽ വയ്ക്കുകയാണ്. ആശാരിമൂലയിൽ നിന്നാരംഭിച്ച പര്യടനം LDF മണലൂർ മണ്ഡലം കമ്മിറ്റി ചെയർമാൻ VR മനോജ് ഉദ്ഘാടനം ചെയ്തു. KM ഗോപിദാസൻ അധ്യക്ഷനായി. KK ശശിധരൻ, KR ബാബുരാജ്, ഓമന അശോകൻ, K രാഗേഷ്, ദീപ വിനേഷ് എന്നിവർ സംസാരിച്ചു. തുടർന്ന് കുര്യാക്കുമുല, CN സെന്റർ, ഓളം തല്ലിപ്പാറ, മഞ്ഞളായിപ്പാറ, വിദ്യാർത്ഥി റോഡ്, തച്ചംകുളം, അയ്യപ്പൻകാവ്, അന്നപൂർണേശ്വരി റോഡ്, കാരമുക്ക് 4 സെന്റ്, ലക്ഷം വീട് കാരമുക്ക്, കണ്ടശാംകടവ്, പൊക്കാഞ്ചേരി, AKG നഗർ, BVLP സ്കൂൾ, നടുവിൽക്കര, കൂട്ടായ്മ സെന്റർ, കുട്ടമുഖം, ഏനാമാവ് വളവ്, മുക്കിലപ്പീടിക, തോയ്ക്കാവ് സെന്റർ, ഇടിയഞ്ചിറ, വാലിപ്പടി, മുല്ലശ്ശേരി, എലവത്തൂർ എന്നിവിടങ്ങളിലെ പര്യടനങ്ങൾക്ക് ശേഷം സ്ഥാനാർത്ഥി പര്യടനം വൈകിട്ട് പെരുവല്ലൂരിൽ സമാപിച്ചു. വിവിധ സ്വീകരണ കേന്ദ്രങ്ങളിൽ സ്ഥാനാർത്ഥി C രവീന്ദ്രനാഥ്, LDF നേതാക്കളായ PA രമേശൻ, രാകേഷ് കണിയാമ്പറമ്പിൽ, VN സുർജിത്ത്, KA വിശ്വംഭരൻ, ഷൈനി കൊച്ചുദേവസി, MK സദാനന്ദൻ, VV പ്രഭാത്, KC പ്രസാദ്, സുരേഷ് മീത്തിൽ, VA ഷാജുദ്ദീൻ, സാജൻ മുടവങ്ങാട്ടിൽ, അഷ്റഫ് വലിയകത്ത്, CB സുനിൽകുമാർ, KA ബാലകൃഷ്ണൻ, KK ബാബു, AK ഹുസൈൻ, KP ആലി, ഗീതാഭരതൻ തുടങ്ങിയവർ സംസാരിച്ചു. ചൊവ്വാഴ്ചയിലെ പര്യടനം പൂവത്തൂർ മുള്ളൻതറയിൽ നിന്നാരംഭിക്കും.
മണലൂർ നിയോജക മണ്ഡലം NDA സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് KK അനീഷ് കുമാർ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന്റെ ഭാഗമായി എളവള്ളി, മറ്റം, ആലൂർ എന്നിവിടങ്ങളിൽ പര്യടനം നടത്തി. രാവിലെ എളവള്ളി ക്രിക്കറ്റ് കൂട്ടായ്മ സംഘടിപ്പിച്ച എളവള്ളി സൂപ്പർ ലീഗ് ക്രിക്കറ്റ് ടീമിനുള്ള ജേഴ്സി പ്രകാശനം സ്ഥാനാർത്ഥി അനീഷ് കുമാർ നിർവഹിച്ചു. മനപ്പടി സോക്കർ ലാൻഡിൽ നടന്ന ചടങ്ങിൽ എളവള്ളി സൂപ്പർ ലീഗ് കൺവീനർ PS അക്ഷയ്, പ്രസിഡന്റ് KR കിഷോർ, സെക്രട്ടറി സുമേഷ് എന്നിവർ സന്നിഹിതരായി. ഉച്ചയ്ക്ക് ശേഷം കണ്ടാണശ്ശേരി പഞ്ചായത്തിലെ വിവിധ കേന്ദ്രങ്ങളിൽ സ്ഥാനാർത്ഥി സന്ദർശനം നടത്തി. മറ്റം ട്രോഫി സെന്റർ, ആളൂർ, കുംഭാരസങ്കേതം എന്നിവിടങ്ങളിൽ സന്ദർശനം നടത്തി വോട്ടഭ്യർത്ഥിച്ചു. കുംഭാരസങ്കേതത്തിലെത്തിയ സ്ഥാനാർത്ഥിയോട് തൊഴിലാളികൾ തങ്ങളുടെ തൊഴിൽ മേഖല അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങളെക്കുറിച്ച് വിശദീകരിച്ചു. മൺപാത്ര നിർമ്മിതിക്കാവശ്യമായ കളിമണ്ണ് ലഭ്യമാകാത്തതുമൂലം പരമ്പരാഗത തൊഴിൽ മേഖല പ്രതിസന്ധി നേരിടുകയാണെന്നും തൊഴിലാളികൾ സ്ഥാനാർത്ഥിയോട് പറഞ്ഞു. പ്രശ്നങ്ങൾ പരിഹരിക്കാൻ നടപടി സ്വീകരിക്കുമെന്ന് ഉറപ്പു നൽകിയാണ് അനീഷ് കുമാർ മടങ്ങിയത്. BJP പാവറട്ടി മണ്ഡലം ജനറൽ സെക്രട്ടറി ബിജു പട്ടിയമ്പുള്ളി, ട്രഷറർ സന്തോഷ് മുതുവീട്ടിൽ, പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് ധനേഷ് സുധാകരൻ, മഹിളാ മോർച്ച മണ്ഡലം പ്രസിഡന്റ് കവിത മോഹൻദാസ് എന്നിവർ സ്ഥാനാർത്ഥിക്കൊപ്പമുണ്ടായിരുന്നു. നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായി പ്രത്യേക സ്ഥാനാർത്ഥി ചർച്ച ജനുവരി 2026 തുടരുന്നു. ചൊവ്വാഴ്ച മണലൂരിലെ NDA സ്ഥാനാർത്ഥി KK അനീഷ് കുമാറുമായുള്ള അഭിമുഖം കാണാം. ഇടതും വലതും മാറി മാറി ഭരിച്ചിട്ടും മണ്ഡലത്തിൽ പേരെടുത്ത് പറയാവുന്ന ഒരു വികസന പ്രവർത്തനങ്ങളും നടന്നിട്ടില്ലെന്നും സർവത്ര വികസന മുരടിപ്പാണെന്നും BJPയുടെ സംസ്ഥാന ഉപാധ്യക്ഷൻ കൂടിയായ അനീഷ് കുമാർ പറയുന്നു. ചൊവ്വാഴ്ച രാവിലെ 10 മണിക്കും വൈകിട്ട് 6 മണിക്കും രാത്രി 10:30ക്കും ജനവിധി പ്രത്യേക ചർച്ച CCTV ന്യൂസ് ചാനലിൽ സംപ്രേഷണം ചെയ്യും. മറ്റു വാർത്തകൾ. ഇരുമ്പപ്പെട്ടി മുട്ടിക്കൽ പുഴയിൽ നിർമ്മിച്ച താൽക്കാലിക തടയണ തകർന്നു. വാഴാനി ഡാമിൽ നിന്ന് വെള്ളം തുറന്നുവിട്ടതിനെ തുടർന്നാണ് തടയണ തകർന്നത്. ആവശ്യമായ ബലത്തിൽ പണിയാതിരുന്നതാണ് തടയണ തകരാൻ കാരണമെന്ന് വാർഡ് മെമ്പർ ഫ്രിജോ വടക്കൂട്ട് പറഞ്ഞു. വടക്കാഞ്ചേരി പുഴയിലെ എരുമപ്പെട്ടി മുട്ടിക്കൽ ചിറ പാലത്തിന്റെ നിർമ്മാണത്തിന്റെ ഭാഗമായാണ് മണ്ണ് നിറച്ച ചാക്കുകൾ ഉപയോഗിച്ച് താൽക്കാലിക തടയണ നിർമ്മിച്ചത്. കഴിഞ്ഞ ദിവസം നിർമ്മിച്ച തടയണ 24 മണിക്കൂറാകുമ്പോഴേക്കും തകർന്നു. വാഴാനി ഡാമിൽ നിന്നും കുടിവെള്ളക്ഷാമം പരിഹരിക്കുന്നതിനു വേണ്ടി കഴിഞ്ഞ ദിവസം പുഴയിലേക്ക് വെള്ളം തുറന്നുവിട്ടിരുന്നു. ഈ വെള്ളം ഒഴുകിയെത്തിയതിനെ തുടർന്നാണ് തടയണ തകർന്നത്. വേണ്ടത്ര ഉറപ്പിൽ പണിയാതിരുന്നതാണ് തടയണ തകരാൻ കാരണമായതെന്ന് വാർഡ് മെമ്പർ ഫ്രിജോ വടക്കൂട്ട് പറഞ്ഞു. നിർമ്മാണം നടത്തുന്ന സമയത്തു തന്നെ വെള്ളം തുറന്നുവിട്ടാൽ തടയണ തകരാൻ സാധ്യതയുണ്ടെന്നും ആവശ്യമായ ഉറപ്പിൽ നിർമ്മിക്കണമെന്നും ഇറിഗേഷൻ വകുപ്പിലും നിർമ്മാണം നിർവഹിക്കുന്ന കേരള ഇറിഗേഷൻ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ് കോർപ്പറേഷൻ അധികൃതരോടും ആവശ്യപ്പെട്ടിട്ടും ഇത് അവഗണിച്ചെന്നും വാർഡ് മെമ്പർ പറയുന്നു. നമുക്കറിയാം, നമ്മുടെ ഈ അടുത്ത് കാണുന്ന മുട്ടിക്കൽ റെഗുലേറ്റർ കം ബ്രിഡ്ജിന്റെ പണി തുടങ്ങുന്നതിന്റെ ഭാഗമായിട്ടാണ് ഇങ്ങനെ ഒരു മൺബണ്ട് ഇവിടെ നിർമ്മിച്ചത്. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് ഈ ഒരു ബണ്ട് നിർമ്മിക്കുന്നതിന്റെ ഒരാഴ്ച മുൻപ് ഇവിടെ വളരെ നേരമായിട്ടുള്ള ഇതിന്റെ മുകളിൽ അപ്സ്ട്രീമിലുള്ള ഏകദേശം 400-ലധികം കുടുംബങ്ങൾക്ക് ഈ വെള്ളത്തിനെ അടിസ്ഥാനപ്പെടുത്തിയാണ് നമുക്ക് കിണറിൽ ജലം ലഭിക്കുന്നത്. കൃഷിയുടെ കാര്യം പോട്ടെ, മിനിമം കുടിവെള്ളം കൂടി വേണമെങ്കിൽ ലഭിക്കണമെങ്കിൽ ഇവിടെ വെള്ളം നിൽക്കണം. ആ ഒരു സമയത്ത് ഒരു നാരോ ബണ്ട് നിർമ്മിച്ചപ്പോൾ ഇവിടെ ഈ ഇറിഗേഷൻ ഡിപ്പാർട്ട്മെന്റ് അടുത്തും അതുപോലെ തന്നെ കിറ്റിന്റെ അടുത്തും എല്ലാം അതിന്റെ സീരിയസ്നെസ്സും കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കിയതായിരുന്നു. എന്നിട്ടും അവർ നിർമ്മിച്ചൊരു ബണ്ടിന്റെ അവസ്ഥയാണ് കാണുന്നത്. വെള്ളം തടഞ്ഞു നിർത്തുന്നതിനായി നിലവിലുണ്ടായിരുന്ന തീർപ്പുകൾ പാലം നിർമ്മാണത്തിന്റെ ഭാഗമായി എടുത്തുമാറ്റിയിരിക്കുകയാണ്. ഇതിന് ബദലായി കൂടിയാണ് താൽക്കാലിക തടയണ നിർമ്മിച്ചത്. തടയണ എത്രയും പെട്ടെന്ന് പുനർനിർമ്മിച്ചില്ലെങ്കിൽ 400-ലധികം കുടുംബങ്ങൾക്ക് രൂക്ഷമായ കുടിവെള്ളക്ഷാമം അനുഭവപ്പെടും. വേനൽ കൃഷിക്കും വെള്ളം കിട്ടാത്ത സാഹചര്യമുണ്ടാകും. എത്രയും പെട്ടെന്ന് തടയണ ഉറപ്പിൽ പുനർനിർമ്മിച്ചില്ലെങ്കിൽ ശക്തമായ പ്രതിഷേധ സമരങ്ങൾക്ക് നേതൃത്വം നൽകുമെന്നും ഫ്രിജോ വടക്കൂട്ട് അറിയിച്ചു. അപ്പം ഞാൻ ഇവരുടെ കോൺട്രാക്ടറിനെ വിളിച്ചു ചോദിച്ചപ്പോൾ കോൺട്രാക്ടർ പറഞ്ഞത് ഞങ്ങൾക്ക് വെള്ളം വിടുന്ന സമയം അറിയായിരുന്നില്ല, പിന്നെ ഞങ്ങൾ ഇത്ര പ്രതീക്ഷിച്ചില്ല. വളരെ ബാലിശമായ കാര്യങ്ങളാണ് പറയുന്നത്. അത് അവർ അറിഞ്ഞില്ലെന്ന് എനിക്കറിയത്തില്ല. എന്തായാലും ഡിപ്പാർട്ട്മെന്റിന്റെ അടുത്ത്, ഇറിഗേഷൻ ഡിപ്പാർട്ട്മെന്റിന്റെ അടുത്ത് അതുപോലെ തന്നെ കിറ്റിന്റെ അടുത്ത് വിശദമായിട്ട് കാര്യങ്ങൾ പറഞ്ഞ് ഇതിന്റെ സീരിയസ്നെസ് മനസ്സിലാക്കിയിരുന്നതാണ്. പക്ഷെ എന്നിട്ട് പോലും ഇങ്ങനെ ഒരു അവസ്ഥ ഉണ്ടായത് വളരെ ദൗർഭാഗ്യകരമാണ്. എത്രയും പെട്ടെന്ന് ജനങ്ങൾക്ക് വേണ്ടി ഇവിടെ പണി പുനരാരംഭിക്കണം, അല്ലെങ്കിൽ ജനങ്ങൾ ശക്തമായ പ്രതിഷേധമായി മുന്നോട്ട് വരുന്നത് മാത്രം അറിയിക്കുകയാണ്. സംസ്ഥാനത്ത് SSLC +2 പരീക്ഷകൾ സമാപിച്ചു. കേരളത്തിൽ 4,17,497 കുട്ടികളാണ് 10ാം ക്ലാസ് പരീക്ഷ എഴുതിയത്. മൂല്യനിർണ്ണയ ക്യാമ്പുകൾ ഏപ്രിൽ 16 ആരംഭിച്ച് മെയ് 2 പൂർത്തിയാകും. ബയോളജി ആയിരുന്നു അവസാന പരീക്ഷ. ഓരോ വിഷയവും കടുകട്ടിയായിരുന്നില്ലെന്നാണ് വിദ്യാർത്ഥികളുടെ പ്രതികരണം. ഇനി ഭാവി നിർണ്ണയിക്കുന്ന ഫലപ്രഖ്യാപനത്തിനായുള്ള കാത്തിരിപ്പാണ്. തെരഞ്ഞെടുപ്പ് വന്നതോടുകൂടിയാണ് പരീക്ഷാ മൂല്യനിർണ്ണയവും അല്പം നീളുന്നത്. പരീക്ഷാ ഹാളുകളിൽ നിന്ന് ചിരിച്ചും കരഞ്ഞും പുറത്തേക്കിറങ്ങിയ വിദ്യാർത്ഥികളുടെ വൈകാരികമായ കാഴ്ചകളായിരുന്നു സ്കൂളുകളിൽ ദൃശ്യമായത്.
ചായങ്ങൾ വാരിവിതറിയും യൂണിഫോമിൽ ഓട്ടോഗ്രാഫ് കുറിച്ചുമെല്ലാം കൂട്ടുകാർ പരസ്പരം വിട പറഞ്ഞു. 1 മുതൽ 9 വരെയുള്ള ക്ലാസുകളുടെ പരീക്ഷകൾ പൂർത്തിയാക്കി ചൊവ്വാഴ്ച മധ്യവേനൽ അവധിക്കായി സ്കൂളുകൾ അടയ്ക്കും. ഹയർ സെക്കൻഡറി VHSC പരീക്ഷകൾ ശനിയാഴ്ച പൂർത്തിയായിരുന്നു. ഇതോടെ ആഘോഷങ്ങളുടെ അവധിക്കാലത്തിലേക്ക് കടക്കാനൊരുങ്ങുകയാണ് വിദ്യാർത്ഥി സമൂഹം. ലോകമെമ്പാടുമുള്ള ജനതകളെ ആശങ്കയിലാഴ്ത്തിയ യുദ്ധത്തിനോട് അരുത് എന്ന ആഹ്വാനവുമായി ചൂണ്ടൽ ലേഡി ഇമാക്കുലേറ്റ് ഗേൾസ് ഹൈസ്കൂളിലെ 10ാം ക്ലാസ് വിദ്യാർത്ഥികൾ വിദ്യാലയത്തിൽ നിന്ന് പടിയിറങ്ങി. യുദ്ധത്തിന്റെ ഭീകരത ലോകത്തെ ഉത്ബോധിപ്പിച്ചുകൊണ്ട് നോ വാർ എന്ന മാതൃകയിൽ വിദ്യാർത്ഥികൾ അണിനിരന്നു. സെക്കൻഡറി തലത്തിലെ വിദ്യാഭ്യാസം പൂർത്തിയാക്കുമ്പോൾ മതത്തിനും രാഷ്ട്രത്തിനും അതീതമായി മനുഷ്യരെല്ലാം ഒന്നാണെന്ന മാനവികതയുടെ മനോഹരമായ പാഠം പഠിച്ച് യാത്രയാകുന്ന വിദ്യാർത്ഥികൾക്ക് പ്രധാന അധ്യാപിക സിസ്റ്റർ മരിയ ഗ്രേസ് ആശംസകൾ നേർന്നു. അധ്യാപകർ, രക്ഷിതാക്കൾ തുടങ്ങിയവർ സംബന്ധിച്ചു. ചരിത്രപ്രസിദ്ധമായ കേച്ചേരി പറപ്പുകാവ് പൂരമഹോത്സവ തുടക്കമായി തിങ്കൾ ചൊവ്വ ദിവസങ്ങളിലായി ആഘോഷിക്കുന്ന പൂരാഘോഷത്തിൽ തിങ്കളാഴ്ച ആർപ്പും ആരവുമായി ഭഗവതിയുടെ പണിമക്കളുടെ വേലവരവ് നടന്നു. തട്ടകത്തെ വിവിധ ദേശങ്ങളിൽ നിന്നും നാടൻ കലാരൂപങ്ങൾ വാദ്യമേളങ്ങളുടെ അകമ്പടിയോടെ ക്ഷേത്രമൈതാനിയിലേക്ക് എത്തിച്ചേർന്നു. തെയ്യവും തിറയും കാളകളിയും ഉൾപ്പെടെയുള്ള നാടൻ കലാരൂപങ്ങൾ ഉത്സവപ്രേമികളുടെ കണ്ണും മനസ്സും നിറച്ചു. തുടർന്ന് വർഷങ്ങളായി നടന്നുവരുന്ന ഭഗവതിക്ക് മുഴുവൻ കളമ്പാട്ട് നടന്നു. പൂരദിവസമായ ചൊവ്വാഴ്ച രാവിലെ വിശേഷാൽ പൂജകൾ, ശീവേലി, പറയെടുപ്പ് എന്നിവയ്ക്കു ശേഷം ക്ഷേത്രം ഓഡിറ്റോറിയത്തിൽ രാവിലെ 11 മണി മുതൽ പ്രസാദഊട്ട് ഉണ്ടായിരിക്കും. തുടർന്ന് 2:30 ക്ഷേത്ര നടപ്പുരയിൽ പ്രശസ്ത മേളകലാകാരന്മാരായ കോട്ടക്കൽ രവി, നെല്ലുവായ് ശശി, വൈക്കം ചന്ദ്രൻ എന്നിവരുടെ പ്രാമാണ്യത്തിൽ പഞ്ചവാദ്യത്തിന്റെ അകമ്പടിയോടെ ദേവസ്വം പൂരം എഴുന്നള്ളിക്കും. കൊമ്പൻ പാറന്നൂർ നന്ദൻ ഭഗവതിയുടെ തിടമ്പേറ്റും. വൈകിട്ട് 5 മണി മുതൽ പ്രാദേശിക പൂരങ്ങൾ ക്ഷേത്രമൈതാനിയിൽ എത്തിച്ചേരും. 6 മണിക്ക് 80-ൽ പരം കലാകാരന്മാർ പങ്കെടുക്കുന്ന അതിഗംഭീര പാണ്ടിമേളത്തിന് മേളകലാരത്നം വെള്ളിത്തിരുത്തി ഉണ്ണിനായർ പ്രമാണിത്വം വഹിക്കും. തട്ടകത്തെ 18 ദേശങ്ങളിൽ നിന്നായി 46ഓളം തലയെടുപ്പുള്ള ഗജരാജന്മാരാണ് കൂട്ടിയെഴുന്നള്ളിപ്പിൽ അണിനിരക്കുക. കരിയഴകിന്റെ മസ്തകത്തിൽ തിടമ്പേറ്റി താളമേള വാദ്യവിസ്മയം തീർക്കുന്ന പൂരമഹോത്സവം ആസ്വദിക്കാൻ ആയിരങ്ങളാണ് പറപ്പൂക്കാവിലേക്ക് ഒഴുകിയെത്തുക. ജില്ലാ ഭരണകൂടം അനുമതി നിരസിച്ച വെടിക്കെട്ടിന് ഹൈക്കോടതി അനുമതി നൽകിയതോടെ ഈ വർഷത്തെ പൂരാഘോഷം അവിസ്മരണീയമാകും. കൂട്ടിയെഴുന്നള്ളിപ്പിനു ശേഷം കേളി, കൊമ്പുപറ്റ്, കുഴൽപ്പറ്റ്, അത്താഴപൂജ, പറയെടുപ്പ്, ശീവേലി, പഞ്ചമതളകേളി, കാവടി വരവ് എന്നിവയുണ്ടാകും. ക്ഷേത്ര ചടങ്ങുകൾക്ക് തന്ത്രി പുലിയന്നൂർ കൃഷ്ണൻ നമ്പൂതിരിപ്പാട്, ശാന്തി, ഇയാൽ, രാജു എന്നിവർ കാർമ്മികത്വം വഹിക്കും. പൂരാഘോഷത്തിന് ക്ഷേത്ര കമ്മിറ്റി ഭാരവാഹികളായ PG അജയൻ, UB ജയൻ, KG ഗോപിനാഥൻ എന്നിവർ നേതൃത്വം നൽകും. പറപ്പൂക്കാവ് ഭഗവതി ക്ഷേത്രോത്സവം വെടിക്കെട്ടിന് അനുമതി. പൊതുജനങ്ങളുടെ സുരക്ഷയ്ക്കുള്ള മുൻകരുതലിന്റെ അപര്യാപ്തത ചൂണ്ടിക്കാട്ടിയായിരുന്നു അനുമതി നിരസിച്ചിരുന്നത്. പോലീസ്, ഫയർ, റവന്യൂ വകുപ്പുകളുടെ അന്വേഷണ റിപ്പോർട്ടുകൾ പരിശോധനയുടെ അടിസ്ഥാനത്തിലായിരുന്നു നടപടി കൈക്കൊണ്ടത്. അഗ്നിശമന വാഹനങ്ങൾക്ക് എത്തിച്ചേരാൻ പര്യാപ്തമായ 7 മീറ്റർ വഴിയില്ലാത്തതിനാൽ അപകടമില്ലാത്ത വിധം വെടിക്കെട്ട് പ്രദർശനം നടത്തുവാനുള്ള ഭൗതിക സാഹചര്യമില്ലെന്ന കണ്ടെത്തലാണ് വെടിക്കെട്ട് നിരസിക്കുന്നതിലേക്ക് നയിച്ചത്. പൊതുജന സുരക്ഷ മുൻനിർത്തിയാണ് വെടിക്കെട്ട് പൊതുപ്രദർശനത്തിന് അനുമതി നിരസിച്ചതെന്ന് അഡീഷണൽ ജില്ലാ മജിസ്ട്രേറ്റ് അറിയിച്ചിരുന്നു. ഇതിനെ തുടർന്ന് ദേവസ്വം ഭാരവാഹികൾ ഹൈക്കോടതിയെ സമീപിച്ച് വെടിക്കെട്ട് നടത്തുവാനുള്ള അനുകൂല വിധി സമ്പാദിക്കുകയായിരുന്നു. പറപ്പൂക്കാവ് ഭഗവതി ക്ഷേത്രത്തിലെ ഉത്സവത്തിന്റെ ഭാഗമായി മാർച്ച് 31-ാം തീയതി വൈകിട്ട് വെടിക്കെട്ട് പൊതുപ്രദർശനം നടത്തുവാനാണ് ഹൈക്കോടതി അനുമതി ലഭിച്ചിരിക്കുന്നത്. എരുമപ്പെട്ടി കാഞ്ഞിരക്കോട് നിയന്ത്രണം വിട്ട ബൈക്ക് മരത്തിലിടിച്ചു കയറി യുവാവിന് പരിക്കേറ്റു. ബൈക്ക് യാത്രികനായ വെള്ളറക്കാട് പള്ളിയത്ത് പടിക്കൽ വീട്ടിൽ അഭിജിത്തിനാണ് പരിക്ക്. കുന്നംകുളം വടക്കാഞ്ചേരി റോഡിൽ കാഞ്ഞിരക്കോട് തോട്ടുപാലം കല്യാണ മണ്ഡപത്തിന് സമീപത്തായിരുന്നു അപകടം. നിയന്ത്രണം വിട്ട ബൈക്ക് റോഡരികിലെ മരത്തിലിടിച്ച് കയറി റോഡരികിൽ മറിയുകയായിരുന്നുവെന്ന് ദൃക്സാക്ഷികൾ പറയുന്നു. തലയ്ക്ക് പരിക്കേറ്റ യുവാവിനെ വടക്കാഞ്ചേരി എക്സ് പ്രവർത്തകർ ആംബുലൻസിൽ തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. കണ്ടാണശ്ശേരി ഗ്രാമപഞ്ചായത്തിൽ കൗമാരക്കാരുടെയും യുവാക്കളുടെയും കായിക സ്വപ്നത്തിന് നിറം പകരാൻ മറ്റം സ്പോർട്സ് അക്കാദമി പ്രവർത്തനം ആരംഭിച്ചു. മറ്റം തിരുവത്ര റോഡിൽ സജ്ജമാക്കിയ അക്കാദമിയുടെ ഉദ്ഘാടനം പത്മശ്രീ IM വിജയൻ നിർവഹിച്ചു. മറ്റം സ്പോർട്സ് അക്കാദമി പ്രസിഡന്റ് ജസ്റ്റിൻ കാക്കശ്ശേരി അധ്യക്ഷനായി. ജില്ലാ സ്പോർട്സ് കൌൺസിൽ പ്രസിഡന്റ് C. സുമേഷ് മുഖ്യാതിഥിയായി. സംസ്ഥാന ബാഡ്മിന്റൺ അസോസിയേഷൻ വൈസ് പ്രസിഡന്റ് ജോസ് സേവിയർ മുഖ്യപ്രഭാഷണം നിർവഹിച്ചു. കണ്ടാണശ്ശേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് MP സജീബ പ്രതിഭകളെ ആദരിച്ചു.
പഞ്ചായത്ത് അംഗം ജോൺ കാക്കശ്ശേരി, ശ്രീകൃഷ്ണ കോളേജ് കായിക വിഭാഗം മേധാവി ക്യാപ്റ്റൻ രാജേഷ് മാധവൻ, സ്പോർട്സ് അതോറിറ്റി ഓഫ് ഇന്ത്യ മുൻ കോച്ച് PB ജയകുമാർ, ഏഷ്യൻ മാസ്റ്റേഴ്സ് ചാമ്പ്യൻഷിപ്പ് വെങ്കല മെഡൽ ജേതാവ് KM ആന്റണി, സന്തോഷ് ട്രോഫി മുൻ താരം കുഞ്ഞുകൃഷ്ണൻ, ദേശീയ ഹോക്കി മുൻ താരം ടിന്നു M ടൈറ്റസ്, ചലച്ചിത്ര സംവിധായകൻ ടോം ഇമ്മട്ടി, സ്പോർട്സ് അക്കാദമി ഭാരവാഹികളായ ബിനു K എടക്കളത്തൂർ, ഷിജോ വർഗീസ്, PJ ജോൺസൺ എന്നിവർ സംസാരിച്ചു. കണ്ടാണിശ്ശേരി പഞ്ചായത്ത് പരിധിയിലും പരിസര പ്രദേശങ്ങളിലും കായിക മേഖലയിൽ മികവ് തെളിയിച്ച വിവിധ പ്രായത്തിലുള്ള കായിക പ്രതിഭകൾ, കോച്ചുമാർ, ജനപ്രതിനിധികൾ തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു. 1/2 ഏക്കറിലേറെ വിസ്തൃതിയിലുള്ള ഭൂമിയിൽ സജ്ജമാക്കിയ മറ്റം സ്പോർട്സ് അക്കാദമിയുടെ പ്രാരംഭഘട്ടത്തിൽ ഫുട്ബോൾ, ഷട്ടിൽ, സ്വിമ്മിംഗ്, ഇൻഡോർ ഗെയിംസ് എന്നിവയിലാണ് വളർന്നുവരുന്ന കായിക പ്രതിഭകൾക്ക് പരിശീലനം നൽകുക. അവധിക്കാലത്ത് വിവിധ കായിക ഇനങ്ങളിലും കുട്ടികൾക്ക് പരിശീലനത്തിന് സൌകര്യമുണ്ടാകും. കളിച്ചു കഴിഞ്ഞാൽ ആദ്യം ഞങ്ങളൊക്കെ സെലക്ഷന് പോകുമ്പോൾ, ഞാനായാലും വിനയനായാലും സെലക്ഷന് പോകുമ്പോൾ ഞങ്ങൾ കളിക്കാൻ പിള്ളേർ മാത്രമേ ഉണ്ടാവുള്ളൂ സെലക്ഷന്. ഇപ്പം ഡിസ്ട്രിക്റ്റിൻ്റെ ഒരു അക്കാഡമിയുടെ ഒരു സെലക്ഷൻ വെച്ചാൽ ഏറ്റവും അധികം വരുന്ന പാരൻസാണ്. കാരണം കുട്ടികളുടെ കൂടെ, കാരണം ഫുട്ബോൾ അത്രയും പോപ്പുലർ ഗെയിമായി, കാരണം പൈസയ്ക്ക് പൈസ, ഫെയിം. അപ്പം അതുകൊണ്ട് പാരൻസ് എന്തായാലും വന്ന് പിള്ളേരുടെ ഭയങ്കര പ്രോത്സാഹനം കൊടുക്കണമെന്ന വലിയ കാര്യമാണ്. ഇന്ത്യൻ ഡെന്റൽ അസോസിയേഷൻ കേരള ഘടകത്തിന്റെ ആഭിമുഖ്യത്തിൽ DSafe പദ്ധതിക്ക് കുന്നംകുളത്ത് തുടക്കമായി. ഡെന്റൽ ക്ലിനിക്കുകളിലെ ഡോക്ടർമാരുടെയും ജീവനക്കാരുടെയും ആരോഗ്യ സുരക്ഷ ഉറപ്പാക്കുവാനായി നടപ്പിലാക്കുന്ന പദ്ധതിയാണ് DSafe. IDA കുന്നംകുളം ബ്രാഞ്ചിന്റെ ആഭിമുഖ്യത്തിൽ ദയ റോയൽ ഹോസ്പിറ്റലുമായി സഹകരിച്ചാണ് പദ്ധതി നടപ്പിലാക്കിയത്. ഡെന്റൽ മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്കിടയിൽ സമ്പൂർണ്ണ ഹെപ്പറ്റൈറ്റിസ് നിവാരണം ലക്ഷ്യം വെച്ച് നടപ്പിലാക്കിയ വാക്സിനേഷൻ ഡ്രൈവ് ഡോക്ടർ സുനിൽ മുഹമ്മദ് ഉദ്ഘാടനം ചെയ്തു. പ്രമുഖ ഡെന്റൽ ഡോക്ടർമാരായ പൗലോസ് കുട്ടി, വിനോദ്, സജീവ്, അബ്ദുൾ ലത്തീഫ്, പ്രദീപ്, സിബി ചുങ്കത്ത് എന്നിവർ പങ്കെടുത്തു. ഡെന്റൽ ക്ലിനിക്കുകളിലെ ഡോക്ടർമാരും ജീവനക്കാരും ഉൾപ്പെടെ 144 പേർ പദ്ധതിയുടെ ഭാഗമായി വാക്സിൻ സ്വീകരിച്ചു. CDH കൺവീനർ ഡോക്ടർ സോന, ദയ റോയൽ ഹോസ്പിറ്റലിലെ സീനിയർ ഡോക്ടർ ഗ്രിഗറി, ഡോക്ടർ ശ്രുതി, ഡോക്ടർ അനുഷ, ഡോക്ടർ അൻഫാസ് എന്നിവർ നേതൃത്വം നൽകി. ഗ്യാസ് സിലിണ്ടർ പ്രതിസന്ധിയും വിറകടുപ്പ് പരിമിതിയും ബാധിക്കാത്ത ഒരു ചായക്കടയുണ്ട് പഴഞ്ഞി ജെറുസലേമിൽ. ഒരു അത്ഭുത അടുപ്പാണ് അടച്ചുപൂട്ടലിൽ നിന്ന് ഇവരെ രക്ഷിച്ചെടുത്തത്. ഈ പാചകവാതകമൊന്നും ഇല്ലാതെ തന്നെ, വിറകടുപ്പും ഇല്ലാതെ തന്നെ പ്രവർത്തിക്കുന്ന ഹോട്ടലാണ്. ഹോട്ടലിൻ്റെ ഈ എല്ലാവിധ ടെക്നിക്സും ഒക്കെ ചെയ്തിട്ടുള്ള ഷാജിയാണ് നമ്മളിപ്പോൾ ഉള്ളത്. എങ്ങനെയുണ്ട് പ്രവർത്തനം? എങ്ങനെയാണ് ഈ അത്ഭുത അടുപ്പൊക്കെ സൃഷ്ടിച്ചത്? എങ്ങനെയാണ്? ഓയില് ഒറ്റ വീഴും, പിന്നെ നമ്മൾ ചെറിയ ബ്ലോവർ വെച്ചിട്ട് എയർ കൊടുത്തിട്ട് പ്രഷർ ചെയ്തിട്ടാണ് കത്തിക്കുന്നത്. ഓയില് നമ്മൾ ടാങ്കിൽ നിന്ന് ഓരോ ഒറ്റയായിട്ട് ഇതിലേക്ക് വീഴും. അതിന് നമ്മൾ ഈ എയർ കൊണ്ട് ഇതിന് പ്രഷർ ചെയ്തിട്ട് ഇത് കത്തിക്കുക. കറക്റ്റ് ചൂട്, നമുക്ക് ചൂട് പൊറോട്ട ഒക്കെ ഉണ്ടാക്കുന്നുണ്ട്. പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ പാചകവാതകക്ഷാമം വന്നപ്പോൾ പകച്ചു നിൽക്കാനായിരുന്നില്ല പഴഞ്ഞി സ്കൂളിനടുത്ത് ചായക്കട നടത്തുന്ന ചെറുവത്തൂർ ഷാജിയുടെ തീരുമാനം. മെക്കാനിക്കിലുള്ള തൻ്റെ പ്രതിഭ ഒന്നുകൂടെ തേച്ചു മിനുക്കിയപ്പോൾ അത്ഭുത അടുപ്പ് സെറ്റായി. കരിയോയിലാണ് പ്രധാന ഇന്ധനം. വർക്ക്ഷോപ്പിൽ നിന്ന് സംഘടിപ്പിക്കുന്ന കരിയോയിൽ പ്രത്യേക സംഭരണിയിലാക്കി ആവശ്യാനുസരണം പൈപ്പുകളിലൂടെ ബ്ലോവർ വഴി വായുസമ്മർദ്ദം നടത്തി അടുപ്പിലെത്തുന്നതോടെ അണയാത്ത തീയും ചൂടും റെഡി. പുകയുടെ പ്രശ്നമോ വിഭവങ്ങൾക്ക് രുചിവ്യത്യാസമോ ഇല്ല. ഇതിന്റെ പ്രവർത്തനങ്ങൾ ഈ ആശയത്തേക്കൊക്കെ എങ്ങനെ നമ്മൾ മെക്കാനിക്കാണ്, സാധാ ഓട്ടോമാറ്റിക്കലി മെക്കാനിക്കാണ് നമ്മൾ ആദ്യം തന്നെ. അപ്പോൾ നമ്മൾ ഈ സാധനം നമുക്ക് ഇവിടെ കുറച്ച് ദിവസം ഗ്യാസ് കിട്ടാണ്ടായി, അപ്പോൾ ചായക്കടയൊക്കെ നിന്നു. അപ്പോൾ നമ്മൾ എന്താ അടുത്ത ഒരു കത്തിക്കാനുള്ള എന്തൊരു പരിപാടി, ഗ്യാസ് കിട്ടുന്നവരെ എന്തെങ്കിലും ഒരു കാര്യങ്ങൾ ചെയ്യണ്ടേ, അതിന് വേണ്ടിയിട്ട് ഒരു ആശയം ചെയ്താണ് അത്. പൈപ്പ്, പിന്നെ ഒരു കുറച്ച് സാധനങ്ങളൊക്കെ നമ്മൾ ഉണ്ടാക്കണതാ, ബർണർ കാരണമൊക്കെ നമ്മൾ ഉണ്ടാക്കണതാ. എത്ര ദിവസം ഇപ്പോൾ വേറെ ഇത് കണ്ടിട്ട് ആൾക്കാരൊക്കെ വരുന്നുണ്ടോ? ആൾക്കാർ ഇഷ്ടം പോലെ അത് അടുപ്പുണ്ടാക്കാൻ വേണ്ടിയിട്ട് വരുന്നുണ്ട്. രണ്ടിന് സെപ്പറേറ്റ് വേണം ഇന്ധനം? രണ്ടിന് സെപ്പറേറ്റ് ആയിട്ട് വരും. അവിടെ തീവണ്ടിക്ക് പോകുന്ന പോലെ സെറ്റപ്പ്. അപ്പൊ അതിൽ നിന്ന് കറക്റ്റ് വരും, ഇതിലേക്ക് എത്തും, ബ്ലോവർ വഴി വന്നിട്ട് ഈ വഴിക്ക് ഇതിൽ വന്ന് ഓയിൽ ഇത് ബ്ലോവർ, ഒരു ബ്ലോവർ 2 കണക്ഷൻ മാത്രം. ഒരു പൊല്യൂഷനും ഇല്ല. വിറക് വെച്ച് കത്തിക്കാനുള്ള സ്ഥലമില്ല. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ ഒരു ഐഡിയ കണ്ടതാ. സംഭവം ഹിറ്റായതോടെ വിവരം അറിഞ്ഞ് എത്തുന്നവരും നിരവധി. എല്ലാവർക്കും നല്ല അഭിപ്രായവുമാണ്. ചായ എന്തായാലും സാധാരണത്തെ പോലെ തന്നെ ചായ ഉണ്ട്, ഗ്യാസ് ഇല്ല എന്നുള്ളൊരു കുറവുകൂടെ കണ്ടിട്ടില്ല. എന്തായാലും അച്ചായ അടിപൊളിയായിട്ട് പരിപാടി ഗംഭീരമായിട്ട്, കാരണം അടുപ്പ് കണ്ടപ്പോൾ വളരെ അതിശയം തോന്നി. പഴഞ്ഞിക്കാർക്ക് ഒരു ബുദ്ധിമുട്ടില്ല റെഡിക്ക് ചായ അടിപൊളി സെറ്റപ്പല്ല. അത് കാണാൻ വേണ്ടിട്ട് പോകുന്നത് സെറ്റപ്പ്. എന്റെ വീട്ടിൽ ഇതുപോലെ ഉണ്ടാക്കാനുള്ള പരിപാടിയാ. അത് സൂപ്പർ ചായയാണ്. അറിഞ്ഞിട്ട് വന്നതാണ്. അറിയാൻ വേണ്ടി.
ഗ്യാസ് ലഭ്യത കുറഞ്ഞപ്പോൾ അടച്ചിടേണ്ടി വരുമോ എന്ന ആശങ്കയുണ്ടായിരുന്നുവെന്നും എന്നാൽ ഈ ഒരു സംവിധാനം തങ്ങളുടെ ഉപജീവന മാർഗത്തിന് തടസ്സമില്ലാതെ കാത്തുവെന്ന് ഷാജിയുടെ സഹധർമ്മിണി വനജ പറഞ്ഞു. ഇല്ലല്ലോ എന്ന് പറഞ്ഞപ്പോൾ ഷാജേട്ടൻ്റെ ഒരു ബുദ്ധിയിൽ ഉദിച്ച ഒരു തീരുമാനമാണത്. ഇല്ലില്ല, ഞങ്ങളിപ്പോൾ ഇവിടെ ജ്യൂസ് കൊടുത്തായിരുന്നു, ചായ കൊടുത്തായിരുന്നില്ല. എന്നിട്ട് പിന്നെ ഇത് 2 ദിവസം കൊണ്ട് സെറ്റാക്കി. അപ്പം അന്ന് ഒരു സ്റ്റവ് ഉണ്ടാക്കിയായിരുന്നത്, എന്നിട്ട് പിന്നെ 2 വേറെ ഉണ്ടാക്കി. ഉണ്ട്. മൂപ്പരാള് ഓട്ടോറിക്ഷയില് കേരളത്തില് 2ാമത് ഗ്യാസ് കയറ്റിയ ആളാ. ഓട്ടോറിക്ഷയില് മറ്റേ ഗ്യാസ് കയറ്റിയിട്ട് ഓടിയായിരുന്നില്ലേ, അത് ഷാജേട്ടൻ ചെയ്തിട്ടുണ്ട്. ചായയും പലഹാരങ്ങളും ഉണ്ടാക്കാൻ ഈ അടുപ്പ് വലിയ സഹായമെന്ന് ഇവിടുത്തെ തൊഴിലാളി പറയുന്നു. നല്ല രീതിയിൽ ചെയ്യാൻ പറ്റും. ഇന്നിപ്പോൾ കാലത്ത് കടികളൊക്കെ ഉണ്ടാക്കിയത് അതിൻ്റെ മേലെ ഈ അടുപ്പിൽ തന്നെ ഒന്നുമില്ല, മണല്ല. അടുപ്പ് ഹിറ്റായതോടെ നിരവധി പേരാണ് ഇത്തരമൊരു സംവിധാനം ഒരുക്കിത്തരണമെന്നാവശ്യപ്പെട്ട് ഇവിടെ എത്തുന്നത്. സഹപ്രവർത്തകരായ ഹോട്ടൽ ഉടമകൾക്ക് വേണ്ടി സജ്ജീകരിക്കാൻ ഷാജി തയ്യാറുമാണ്. എന്തായാലും ഗ്യാസ് കിട്ടിയാലും ഇല്ലെങ്കിലും ഈ കരിയോയിൽ അടുപ്പ് തുടരുവാൻ തന്നെയാണ് ഷാജിയുടെയും വനജയുടെയും തീരുമാനം. പട്ടാമ്പി നേർച്ചയുടെ ഭാഗമായി നടന്ന നഗരപ്രദക്ഷിണ ഘോഷയാത്രയിൽ 40-ൽ പരം കരിവീരന്മാർ അണിനിരന്നു. വൈകുന്നേരത്തോടെയാണ് ഘോഷയാത്ര ആരംഭിച്ചത്. പ്രസിദ്ധമായ പട്ടാമ്പി നേർച്ചയുടെ മർമ്മപ്രധാനമായ നഗരപ്രദക്ഷിണ ഘോഷയാത്ര കഴിഞ്ഞ ദിവസം 6 മണിയോടെയാണ് ആരംഭിച്ചത്. 50-ൽ പരം ഉപാഘോഷ കമ്മിറ്റികളായിരുന്നു നഗരപ്രദക്ഷിണ ഘോഷയാത്രയിൽ അണിനിരുന്നത്. മുൻനിരയിൽ കേന്ദ്ര നേർച്ചാഘോഷ കമ്മിറ്റി ഭാരവാഹികളും പൗരപ്രമുഖരും അണിനിരന്നു. തുടർന്നായിരുന്നു ഘോഷയാത്ര ആരംഭിച്ചത്. 40-ൽ പരം ഗജവീരന്മാരും താളമേളങ്ങളും നിശ്ചല ദൃശ്യങ്ങളും കലാരൂപങ്ങളുമെല്ലാം ഘോഷയാത്രയ്ക്ക് അകമ്പടിയേകി. രാത്രി വൈകിയും പരിപാടികൾ തുടർന്നു. പതിറ്റാണ്ടുകൾ പഴക്കമുള്ള പഴഞ്ഞി അടയ്ക്ക മാർക്കറ്റിന്റെ പ്രവർത്തനം നാളെ അവസാനിക്കും. അടയ്ക്ക മാർക്കറ്റിന്റെ ഉടമയായ ചേറു മാർക്കറ്റിന്റെ ലൈസൻസ് പുതുക്കിയില്ല. ഇതോടെയാണ് മാർക്കറ്റിന്റെ പ്രവർത്തനം നിർത്തുവാൻ കാരണം. ഉത്തരേന്ത്യയിൽ വരെ പേരുകേട്ട പഴഞ്ഞി അടയ്ക്ക മാർക്കറ്റ് മറ്റൊരു സ്ഥലത്ത് തുടങ്ങുവാനുള്ള ശ്രമത്തിലാണ് വ്യാപാരികൾ. മുൻപ് അടയ്ക്ക മാർക്കറ്റ് പ്രവർത്തിച്ചിരുന്ന സ്ഥലത്ത് തന്നെ പുതിയ മാർക്കറ്റ് ആരംഭിക്കുമെന്ന് വ്യാപാരികൾ പറഞ്ഞു. നിലവിലെ അടയ്ക്ക മാർക്കറ്റിന് 70 കൊല്ലത്തോളം പഴക്കമുണ്ട്. ആദ്യ കാലഘട്ടത്തിൽ വൻ തിരക്കാണ് അടയ്ക്ക മാർക്കറ്റിൽ ഉണ്ടായിരുന്നത്. മലപ്പുറം, പാലക്കാട് ജില്ലകളിൽ നിന്നുള്ളവർ പോലും ഇവിടേക്കാണ് കച്ചവടത്തിനായി എത്തിയിരുന്നത്. കാലക്രമേണ അടയ്ക്ക വ്യാപാരം കുറഞ്ഞതോടെ അടയ്ക്ക മാർക്കറ്റിന്റെ പ്രൗഢിയും കുറഞ്ഞു. തെരഞ്ഞെടുപ്പ് കഴിയുന്നതോടെ പുതിയ സ്ഥലത്ത് വ്യാപാരം തുടങ്ങുവാനുള്ള ഒരുക്കത്തിലാണ് വ്യാപാരികൾ. ചെറുവത്താനി ആറാട്ടുകടവ് ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിൽ പുതിയ വഴിപാട് കൗണ്ടർ ഉദ്ഘാടനം നടന്നു. യശശരീരായ മരക്കാത്ത് അയ്യപ്പു ദേവകി ദമ്പതിമാരുടെ സ്മരണാർത്ഥം അവരുടെ മക്കൾ നിർമ്മിച്ച് നൽകിയ വഴിപാട് കൗണ്ടറിന്റെ ഉദ്ഘാടനം ക്ഷേത്രം ട്രസ്റ്റ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് AG പ്രസാദ് നിർവഹിച്ചു. മേൽശാന്തി K പുരുഷോത്തമൻ ദീപം തെളിയിച്ചു. TR കുമാരൻ, സുബ്രഹ്മണ്യൻ മരക്കാത്ത് എന്നിവർ പങ്കെടുത്തു. മരക്കാത്ത് കുടുംബാംഗങ്ങളും ഭക്തജനങ്ങളും സംബന്ധിച്ചു. വെള്ളിത്തിരുത്തി ബ്ലൂംബേർഡ്സ് ബദാനിയ സീനിയർ സെക്കൻഡറി സ്കൂളിലെ UKG വിദ്യാർത്ഥികളുടെ കോൺവക്കേഷൻ സെറിമണി നടന്നു. കുന്നംകുളം ബദനി സെന്റ് ജോൺസ് ഹയർ സെക്കൻഡറി സ്കൂൾ ഓഡിറ്റോറിയത്തിൽ നടന്ന കോൺവക്കേഷൻ സെറിമണി വിദ്യാർത്ഥികളുടെ പ്രാർത്ഥനാ ഗാനത്തോടെയാണ് ആരംഭിച്ചത്. ഗുരുവായൂർ ശ്രീകൃഷ്ണ കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ PS വിജോയ് ഉദ്ഘാടനം ചെയ്തു. ബദനി സ്ഥാപനങ്ങളുടെ മാനേജർ ഫാദർ ബെഞ്ചമിൻ OIC അധ്യക്ഷനായി. ബദനി സെന്റ് ജോൺസ് സ്കൂൾ പ്രിൻസിപ്പൽ ഫാദർ യാക്കൂബ് OIC, ബദാനിയ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റ് സ്റ്റഡീസ് പ്രിൻസിപ്പൽ ഡോക്ടർ CL ജോഷി, ബ്ലൂമിംഗ് ബഡ്സ് ബദാനിയ സ്കൂൾ പ്രിൻസിപ്പൽ ഷേബ ജോർജ്, വൈസ് പ്രിൻസിപ്പൽ C രാധാമണി, വിദ്യാർത്ഥികളായ ഇവാനിയ ലവിൻ, അഗ്നിവ് P അനൂപ് എന്നിവർ സംസാരിച്ചു. 2 വർഷക്കാലത്തെ വിദ്യാലയത്തിലെ അവിസ്മരണീയ മുഹൂർത്തങ്ങളെ പങ്കുവച്ചുകൊണ്ട് ID ധൻവിക, യാറാമറിയം എന്നീ വിദ്യാർത്ഥികൾ സംസാരിച്ചു. ഗൗണും കേപ്പും അണിഞ്ഞെത്തിയ വിദ്യാർത്ഥികളെ സർട്ടിഫിക്കറ്റുകൾ നൽകി അനുമോദിച്ചു. തുടർന്ന് വിദ്യാർത്ഥികളുടെ വിവിധ കലാപരിപാടികളും അരങ്ങേറി.
പുന്നൂർക്കുളം ചമ്മന്നൂർ നൂറുൽ ഹുദ ഹയർ സെക്കൻഡറി മദ്രസയിൽ നടത്തിയ 2026-2027 വർഷത്തെ പ്രവേശനോത്സവം ഷറഫുദ്ദീൻ മൗലവി വെന്മനാട് ഉദ്ഘാടനം ചെയ്തു. മഹല്ല ഖത്തീബ് അലി ധാരമി വിദ്യാർത്ഥികൾക്ക് ആദ്യാക്ഷരം ചൊല്ലിക്കൊടുത്തു. മഹല്ല പ്രസിഡന്റ് അറക്കൽ അബ്ദുൽ ഗഫൂർ അധ്യക്ഷത വഹിച്ച യോഗത്തിന് സദർ മുവല്ലിം അബ്ദുൾ റഹ്മാൻ ഹിഷാമി സ്വാഗതം പറഞ്ഞു. മഹല്ല സെക്രട്ടറി വലിയവളപ്പിൽ ഷഫീഖ്, ട്രഷറർ കോട്ടത്തയിൽ കുഞ്ഞുമുഹമ്മദ്, മഹല്ല വൈസ് പ്രസിഡന്റ് പെരുംതഴയിൽ റസാഖ്, ജോയിന്റ് സെക്രട്ടറി തറയിൽ അലി, മദ്രസ അധ്യാപകരായ ഇസ്മായിൽ സുഹരി, ഷിഹാബുദ്ദീൻ അഷ്റഫി, ഫൈസൽ സക്കാഫി, സമദ്, അഫീഫ് ദാരിമി, മുൻ ട്രഷറർ PC മുഹമ്മദുണ്ണി തുടങ്ങിയവർ സംസാരിച്ചു. പൊതുപരീക്ഷയിൽ ഡിസ്റ്റിങ്ഷനും ഫസ്റ്റ് ക്ലാസും സ്വന്തമാക്കിയ വിദ്യാർത്ഥികൾക്ക് മൊമന്റോകൾ നൽകി. റമദാനിൽ തറാവിഹ് നമസ്കാരം മുടങ്ങാതെ നിർവഹിച്ചതിന് ഹവ്വ താജുദ്ദീൻ എന്ന 2ാം ക്ലാസ് മദ്രസ വിദ്യാർത്ഥിനിക്ക് മഹല്ല് പ്രസിഡന്റ് സമ്മാനം നൽകി. കുന്നംകുളം ശ്രീ വിവേകാനന്ദ കോളേജിലെ പൂർവ്വ വിദ്യാർത്ഥികളുടെ ആദ്യ ബാച്ചിന്റെ സ്നേഹസംഗമം പഴയകാല ഓർമ്മകളിലേക്കുള്ള തിരിച്ചുപോക്കായി. 1981 കൊച്ചിൻ ദേവസ്വം ബോർഡിന്റെ കീഴിൽ കുന്നംകുളം കീഴൂരിൽ ശ്രീ വിവേകാനന്ദ കോളേജ് ആരംഭിക്കുന്നത്. 40 വർഷങ്ങൾക്കു ശേഷം SVC ഫസ്റ്റ് ബാച്ച് എന്ന പേരിൽ വാട്സാപ്പ് കൂട്ടായ്മ രൂപീകരിച്ചാണ് സ്നേഹസംഗമം നടത്തിയത്. 60 വയസ്സായ ഇവരിൽ പലരും സർക്കാർ ജോലികളിൽ നിന്ന് റിട്ടയർ ചെയ്തവരും പ്രവാസ ജീവിതങ്ങൾ അവസാനിപ്പിച്ച് നാട്ടിൽ സ്ഥിരമാക്കിയവരുമാണ്. വാട്സാപ്പ് കൂട്ടായ്മ തുടങ്ങിയതിൻ്റെ 5ാം വാർഷികത്തിലാണ് എല്ലാവരും ഒത്തുകൂടി പഴയകാല സൗഹൃദം പുതുക്കിയത്. സലീം മുഹമ്മദ് അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ശാന്തകുമാരിയുടെ കനിവിൻ്റെ തീർത്ഥകണങ്ങൾ എന്ന കവിതാ സമാഹാരം പ്രകാശനം ചെയ്തു. കോർഡിനേഷൻ കമ്മിറ്റി ഭാരവാഹികളായ സുരേന്ദ്രൻ ഞമനങ്ങാട്, ബാബു കുണ്ടുകുളം, അനിൽ TK, സുധകുമാർ VK തുടങ്ങിയവർ സംസാരിച്ചു. കലാലയത്തിലെ ഓർമ്മകൾ പങ്കുവച്ചും പാട്ടുപാടിയും വിവിധ കലാപരിപാടികൾ അവതരിപ്പിച്ചും സംഗമം അവിസ്മരണീയമാക്കി. ഇടം സാംസ്കാരിക വേദിയുടെ ഓഫീസ് ഉദ്ഘാടനം കവിയും ഗാനരചയിതാവുമായ BK ഹരിനാരായണൻ നിർവഹിച്ചു. അഭിപ്രായങ്ങൾ തെരഞ്ഞെടുക്കപ്പെടലുകളായി മാറുന്ന ഇക്കാലത്ത് സെക്യുലറായ ഇടങ്ങൾ ഉണ്ടാവുക പ്രധാനമാണെന്നും BK ഹരിനാരായണൻ പറഞ്ഞു. ഇടം പ്രസിഡന്റ് EK മിനി അധ്യക്ഷത വഹിച്ചു. പഞ്ചായത്ത് മെമ്പർമാരായ PU പ്രകാശൻ, PA അശോകൻ, ഇടം സെക്രട്ടറി ഷൗക്കത്ത് കടങ്ങോട്, ഫരീദ് അലി ഇരുമപ്പെട്ടി, KR രാധിക, KM അക്ബർ അലി, PT സുശാന്ത് എന്നിവർ സംസാരിച്ചു. കിടങ്ങൂർ ശ്രീ ശാസ്താംകോട്ടുകാവ് ക്ഷേത്രത്തിൽ 5ാമത് ശ്രീമദ് ഭാഗവത സപ്താഹത്തിന് ഏപ്രിൽ 1 തുടക്കമാകും. കിടങ്ങൂർ ശ്രീശാസ്താംകോട്ടുകാവ് ക്ഷേത്രത്തിൽ ഏപ്രിൽ 1 മുതൽ 8 വരെയാണ് 5ാമത് ശ്രീമദ് ഭാഗവത സപ്താഹയജ്ഞം ആഘോഷിക്കുന്നത്. ഏപ്രിൽ 1 വൈകിട്ട് 5 മണിക്ക് യജ്ഞാചാര്യൻ ഗുരുവായൂർ മണികണ്ഠവാര്യരെ യജ്ഞവേദിയിലേക്ക് പൂത്താലത്തോടുകൂടി ആനയിക്കും. ഗുരുവായൂർ ക്ഷേത്രം മേൽശാന്തി ചേനാസ് ദിനേശൻ നമ്പൂതിരിപ്പാട് ഭദ്രദീപം തെളിയിച്ച സപ്താഹയജ്ഞത്തിന് തുടക്കം കുറിക്കും. തുടർന്ന് ക്ഷേത്രം മേൽശാന്തി വിഗ്രഹപ്രതിഷ്ഠ നടത്തും. ക്ഷേത്രം ഊരാളൻ ഭാഗവത സമർപ്പണവും ക്ഷേത്രം പ്രസിഡന്റ് ആദ്യ പറ സമർപ്പണവും നടത്തും. സപ്താഹ ദിവസങ്ങളിൽ രാവിലെ ഗണപതി ഹോമം, വിഷ്ണു സഹസ്രനാമാർച്ചന, സമൂഹാരാധന, ഗ്രന്ഥപൂജ, ഉണ്ണിയൂട്ട്, വിദ്യാഗോപാല മന്ത്രാർച്ചന, സർവൈശ്വര്യ പൂജ, ദീപാരാധന, പ്രഭാഷണം, ഭജന എന്നിവയുണ്ടാകും. യുവപ്രഭാഷകനും എഴുത്തുകാരനുമായ ശ്രീവ്യാസൻ മണ്ണാർക്കാടിന്റെ ആധ്യാത്മിക പ്രഭാഷണവും നടക്കും. ദീപാരാധനയ്ക്ക് ശേഷം തിരുവാതിരക്കളി, കൈക്കുട്ടിക്കളി തുടങ്ങിയ കലാപരിപാടികൾ നടക്കും. ശേഷം അന്നദാനവും ഒരുക്കിയിട്ടുണ്ട്. ശാസ്താംകോട്ടുകാവ് ശ്രീ ശാസ്താക്ഷേത്രത്തിൽ പതിവായി നടത്തിവരുന്ന ഭാഗവത സപ്താഹം ഏപ്രിൽ 1 തീയതി മുതൽ 8 തീയതി വരെയുള്ള ദിവസങ്ങളിൽ പ്രൗഢഗംഭീരമായിട്ട് ആചരിക്കുന്നു. അതുപോലെ തന്നെ ഭാഗവത ആചാര്യനായിട്ടുള്ള ഗുരുവായൂർ ശ്രീ മണികണ്ഠവാര്യരാണ് സപ്താഹം നടത്തുന്നത്. ഭദ്രദീപം തെളിച്ച് ഈ മഹത്തായ കർമ്മം ആരംഭിക്കുന്നത് സാക്ഷാൽ ഗുരുവായൂർ അമ്പലത്തിലെ തന്ത്രിയായിട്ടുള്ള ചേന്നാസ് ദിനേശൻ നമ്പൂതിരിപ്പാട് അവറുകളാണ്. ഈ മഹത്തായ കർമ്മത്തിൽ എല്ലാവരുടെയും സഹായവും സഹകരണവും പ്രതീക്ഷിക്കുന്നു. എല്ലാ ഭക്തജനങ്ങൾക്കും ഹൃദയംഗമമായ സ്വാഗതമരുളുന്നു. പറപ്പൂരിൽ ബൈക്കുകൾ കൂട്ടിയിടിച്ച അപകടം. പറപ്പൂർ ഭാഗത്തു നിന്ന് തൃശ്ശൂരിലേക്ക് പോകുന്ന ബൈക്കും മറ്റൊരു വഴിയിൽ നിന്ന് എതിർവശത്തേക്ക് വന്നിരുന്ന ബൈക്കുമാണ് കൂട്ടിയിടിച്ചത്. സംഭവത്തിൽ 2 പേർക്ക് പരിക്കേറ്റ്. 2 ബൈക്കുകൾക്കും കേടുപാടുകൾ സംഭവിച്ചു. കോട്ടപ്പടി പള്ളിയിലെ ഓശാന ചടങ്ങിന്റെ വീഡിയോ സാമൂഹ്യ മാധ്യമങ്ങളിൽ വൈറലായി. കോട്ടപ്പടി സെന്റ് ലാസറസ് പള്ളിയിലെ ഓശാന ഞായറാഴ്ച നടന്ന തിരുക്കർമ്മത്തിന്റെ ദൃശ്യമാണ് തരംഗമായത്. 15 മണിക്കൂറിനുള്ളിൽ 17 ലക്ഷത്തിലധികം ആളുകളാണ് SL മീഡിയ ഇൻസ്റ്റാഗ്രാം പേജിൽ ഈ വീഡിയോ കണ്ടിട്ടുള്ളത്. ഞമനങ്ങാട് ന്യൂ LP സ്കൂളിന്റെ 77ാം വാർഷികാഘോഷവും അധ്യാപക രക്ഷാ ദിനാഘോഷവും മാതൃസംഗമവും വിവിധ പരിപാടികളോടെ നടന്നു.
സ്കൂൾ ബാൻഡ് വാദ്യഗ്രൂപ്പിന്റെ നേതൃത്വത്തിൽ വാദ്യമേളത്തിന്റെ അകമ്പടിയോടെയാണ് അതിഥികളെ വേദിയിലേക്ക് ആനയിച്ചത്. ചടങ്ങ് വടക്കേകാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജിൽസി ബാബു ഉദ്ഘാടനം ചെയ്തു. സ്കൂൾ മാനേജർ ഗോപിനാഥ പണിക്കർ അധ്യക്ഷത വഹിച്ചു. ഹെഡ്മാസ്റ്റർ ജോസ് റിപ്പോർട്ട് അവതരണം നടത്തി. കവി ബാലസാഹിത്യകാരനുമായ രാമകൃഷ്ണൻ കുമരനെല്ലൂർ മുഖ്യപ്രഭാഷണം നിർവഹിച്ചു. വാർഡ് മെമ്പർ ജിതേഷ് കുമാർ എൻഡോമെന്റ് വിതരണം നടത്തി. മുൻ ഹെഡ്മാസ്റ്റർ MA വേലായുധൻ മാസ്റ്റർ പ്രതിഭാതരം നടത്തി. മുൻ പ്രധാനാധ്യാപിക PJ ഓമന ടീച്ചർ, ഞമനേങ്ങാട് നയന വായനശാല സെക്രട്ടറി പ്രദീപ് മാസ്റ്റർ തുടങ്ങിയവർ സംസാരിച്ചു. യോഗത്തിൽ ഡിസംബർ മാസത്തിൽ നടന്ന ചാർട്ടേഡ് അക്കൗണ്ടന്റ് പരീക്ഷയിൽ ഉന്നത വിജയം നേടിയ AJ ക്രിസ്റ്റോ ജോസഫ്, SSLC പരീക്ഷയിൽ എല്ലാ വിഷയത്തിലും A+ നേടിയ VP ആര്യലക്ഷ്മി, 8A+ നേടിയ PV അനുശ്രീ, LSS വിജയ്, ഖദീജ ഇഷൽ എന്നീ പൂർവ്വ വിദ്യാർത്ഥികളെ ആദരിച്ചു. OSA പ്രസിഡന്റ് മജീദ് മാസ്റ്റർ സ്വാഗതവും മാതൃസംഘം പ്രസിഡന്റ് സംഗീത ഷനോജ് നന്ദിയും പറഞ്ഞു. കുന്നംകുളം താലൂക്ക് ആശുപത്രിയിലേക്ക് 500 ഇടവകയിലെ CLC അംഗങ്ങൾ പൊതിച്ചോർ വിതരണം നടത്തി. രോഗികൾക്കും കൂട്ടിരിപ്പുകാർക്കുമായി നടത്തിയ പൊതിച്ചോർ വിതരണം ഇടവക വികാരി ഫാദർ ഷിൻഡോ പാറയിൽ ഉദ്ഘാടനം ചെയ്തു. CLC പ്രസിഡന്റ് അഷ്ലിൻ ഷിജി, സെക്രട്ടറി TS അന്ന എന്നിവർ നേതൃത്വം നൽകി. CLCയുടെ നേതൃത്വത്തിൽ കാരുണ്യ സ്പർശം എന്ന പേരിൽ ഒരുപാട് പ്രവർത്തനങ്ങൾ നമ്മൾ ചെയ്യാറുണ്ട്. അതിനോടനുബന്ധിച്ച് ആദ്യത്തെ ഒരു പ്രവർത്തനമാണ് പൊതിച്ചോറ് വിതരണം. ഇതിനായിട്ട് നമ്മുടെ ഇടവക അംഗങ്ങളിൽ ഒരുപാട് പേര് നമുക്ക് ഇതിനായിട്ട് സഹകരിച്ചിട്ടുണ്ട്. സ്വർണ്ണവില. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. സ്വർണം ഗ്രാമിന് 13,500 രൂപ, സ്വർണം പവന് 1,80,000 രൂപ. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിച്ചത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. വെള്ളി ഗ്രാമിന് 245 രൂപ. ചർമ്മം ചെമ്മന്തട്ട പുതുമന ഉണ്ണികൃഷ്ണന്റെ ഭാര്യ അജിത കുമാരി നിര്യാതയായി. 62 വയസ്സായിരുന്നു. സംസ്കാരം ശാന്തിതീരത്ത് നടന്നു. അനീഷ്, വിനീഷ് എന്നിവർ മക്കളാണ്. ആളൂർ ഷാജു മകൻ അഭിനന്ദ് കൃഷ്ണ നിര്യാതനായി. 13 വയസ്സായിരുന്നു. സംസ്കാരം നടന്നു. തൃശൂർ കാര്യാട്ടുകര വാഴപ്പുരയ്ക്കൽ പരേതനായ കുമാരൻ ഭാര്യ രമണി നിര്യാതയായി. 72 വയസ്സായിരുന്നു. തൃശൂർ ഗവൺമെന്റ് മോഡൽ ബോയ്സ് സ്കൂൾ റിട്ടയർഡ് അധ്യാപികയാണ് പരേത. സംസ്കാരം നടത്തി. ഡോക്ടർ VK പ്രവീൺ കുമാർ, രഹന V കുമാർ, VK അരുൺകുമാർ എന്നിവർ മക്കളാണ്. ഒരിക്കൽ കൂടി പ്രധാന വാർത്തകളിലേക്ക്. നിയമസഭാ തെരഞ്ഞെടുപ്പിന് ഇനി വെറും 10 ദിവസം മാത്രം ബാക്കി നിൽക്കെ സംസ്ഥാനത്ത് തെരഞ്ഞെടുപ്പ് പ്രചരണം അവസാന ലാപ്പിൽ. പ്രമുഖ ദേശീയ നേതാക്കൾ ഉൾപ്പെടെ കളം നിറഞ്ഞതോടെ പ്രചരണം ഉച്ചസ്ഥായി. ഓരോ വോട്ടും ഉറപ്പിക്കാനുള്ള തീവ്ര പരിശ്രമത്തിൽ മുന്നണികൾ. സംസ്ഥാനത്ത് SSLC +2 പരീക്ഷകൾ സമാപിച്ചു. കേരളത്തിൽ 4,17,497 കുട്ടികളാണ് 10ാം ക്ലാസ് പരീക്ഷ എഴുതിയത്. മൂല്യനിർണ്ണയ ക്യാമ്പുകൾ ഏപ്രിൽ 16 ആരംഭിച്ച് മെയ് 2 പൂർത്തിയാകും. കേബിൾ TV ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ 15ാമത് സംസ്ഥാന സമ്മേളനത്തിന് തിരൂരിൽ സമാപനം. പുതിയ സംസ്ഥാന പ്രസിഡന്റായി പ്രവീൺ മോഹനെയും സംസ്ഥാന ജനറൽ സെക്രട്ടറിയായി PB സുരേഷിനെയും തെരഞ്ഞെടുത്തു. വിനു ശിവദാസാണ് പുതിയ സംസ്ഥാന ട്രഷറർ. ചരിത്ര പ്രസിദ്ധമായ കേച്ചേരി പറപ്പൂക്കാവ് പൂര മഹോത്സവത്തിന് തുടക്കം. തിങ്കൾ ചൊവ്വ ദിവസങ്ങളിലായി ആഘോഷിക്കുന്ന പൂരാഘോഷത്തിൽ തിങ്കളാഴ്ച ആർപ്പും ആരവുമായി ഭഗവതിയുടെ പണിമക്കളുടെ വേലവരവ് നടന്നു. പൂരാഘോഷത്തിന് മിഴിവേകാൻ ഇക്കുറി വെടിക്കെട്ടിന് അനുമതി. എരുമപ്പെട്ടി മുട്ടിക്കൽ പുഴയിൽ നിർമ്മിച്ച താൽക്കാലിക തടയണ തകർന്നു. വാഴാനി ഡാമിൽ നിന്ന് വെള്ളം തുറന്നുവിട്ടതിനെ തുടർന്നാണ് തടയണ തകർന്നത്. ആവശ്യമായ ബലത്തിൽ പണിയാതിരുന്നതാണ് തടയണ തകരാൻ കാരണമെന്ന് വാർഡ് മെമ്പർ. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാവുകയാണ്. നമസ്കാരം.